ഈ രാജേഷ് നാദാപുരം ഇതാ ഈ അനിൽ വിളയിൽ പറയുന്നത് പോലെ ഇതൊരു തരം രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കലാണ്. ഈ ചർച്ച നടത്തുമ്പോഴും ആവർത്തിച്ച് പറയട്ടെ, ഇതിൽ ആരൊക്കെയാണ് കൃത്യമായി ഈ മോഷണത്തിന് കൂട്ടുനിന്നവർ എന്നതൊന്നും നമുക്ക് അനുമാനിക്കുക എന്നത് അസാധ്യമാണ്. ശ്രീ റെജി ലൂക്കോസ് തന്നെ അക്കാര്യം സൂചിപ്പിച്ചു. ഇനിയിപ്പോൾ ഈ കൊണ്ടുപോയത് തന്നെ സ്വർണമായിരുന്നോ, അതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ആരംഭിച്ചിരുന്നോ, അങ്ങനെ നിരവധിയായ ചോദ്യങ്ങളുണ്ട്. പക്ഷേ കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ഘട്ടമായി നിരവധി ആളുകളെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, പ്രതി ചേർത്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട അറസ്റ്റുകളടക്കം നടക്കുമ്പോൾ ഇപ്പോൾ ഈ ട്രാക്ക് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്ന ഒരു നിഗമനം താങ്കൾക്കുണ്ടോ? അതിനപ്പുറത്ത് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സൂചിപ്പിക്കുന്നത് പോലെ പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ ഉന്നതർക്ക്, അതായത് സുധീഷ് കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്നതരുടെ സമ്മർദ്ദം എന്നാണ്, അങ്ങനെയുള്ള ഉന്നതർക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷ സഹയാത്രികനായ റെജി ലൂക്കോസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വസ്തു ഇതാണ്: ദേവസ്വം ബോർഡ് അഴിമതിക്കാരെയും മോഷ്ടാക്കളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നു, തന്ത്രിക്ക് പല സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുമാർക്കും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ എന്തും നടത്താം. 3800 പരം ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ 5 ദേവസ്വം ബോർഡ് നടത്തുന്നത്. കേരളത്തിലെ ടോട്ടൽ ക്ഷേത്രങ്ങളുടെ എണ്ണം 50,000-അടുത്താണ്. ടോട്ടൽ ക്ഷേത്രങ്ങളിൽ 8% വരുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നത്. അയ്യപ്പന്റെ പൊന്ന് ചെമ്പാക്കി മാറ്റുന്നത്, ഗുരുവായൂരിൽ അഴിമതി നടത്തുന്നത്. അതായത് 8% ക്ഷേത്രങ്ങൾ ഭക്തരായ ഹിന്ദുവിന്റെ നിയന്ത്രണത്തിൽ അല്ല ഉള്ളത്, കമ്മ്യൂണിസ്റ്റുകാരുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ. നാളെ UDF വന്നാൽ അത് വലതുപക്ഷത്തിന്റെ, കോൺഗ്രസുകാരുടെ നിയന്ത്രണത്തിലാവും. എന്ന് വെച്ചാൽ ഹിന്ദു ഭക്തന് അമ്പലത്തിന്റെ ഭണ്ഡാരത്തിൽ പൈസ ഇടുവാൻ മാത്രമേ അവകാശമുള്ളൂ. അത് എണ്ണി നോക്കുന്നത് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാര്, അത് വീതിച്ചെടുക്കുന്നത് അവരുടെ സംഘടനയായ CATU പെട്ട ആളുകൾ. ഇപ്പോ നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികൻ പറയുന്നത് ഇങ്ങനെയാണ്: പിണറായി വിജയൻ സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരായ അഴിമതിക്കാരെ എല്ലാം ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ഡീസന്റ് ആണ്, അഴിമതിക്കാർ മൊത്തം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഇപ്പോൾ വാസു ആകട്ടെ, അതല്ലെങ്കിൽ പത്മകുമാർ ആകട്ടെ, അങ്ങനെയുള്ളവരുടെ കാലഘട്ടത്തിലാണെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനു മുമ്പുള്ള ദേവസ്വം ബോർഡ്, അതായത് UDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ ആണെങ്കിൽ, അതിൻ്റെ ഭരണാധികാരികൾ ആണെങ്കിൽ അവരും അഴിമതിക്കാരെങ്കിൽ കൊണ്ടുവരട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പൂർണ്ണമായും ഉദ്യോഗസ്ഥർ എന്നല്ല റെജി ലൂക്കോസ് പറഞ്ഞു വന്നത്. ദേവസ്വം ബോർഡിലെ അഴിമതി എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് ആരുടെ നിയന്ത്രണത്തിലാണ്? ആത്യന്തികമായിട്ട് ദേവസ്വം വകുപ്പിന് ഒരു മന്ത്രിയുണ്ട്. ശരിയാണ്. ഇപ്പോഴത്തെ മന്ത്രിയുടെ പേര് വാസവൻ എന്നാണ്. ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നുണ്ട്. അടൽ ബിഹാരി വാജ്പേയി രാജ്യം ഭരിക്കുന്ന സമയത്ത് മധ്യപ്രദേശിൽ വെച്ച് ഒരു വലിയ തീവണ്ടി ദുരന്തം നടന്നു. 600 പേർ മരിച്ചുപോയി. പിറ്റേ ദിവസം അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ട്രെയിൻ ഓടിച്ചത് നിതീഷ് കുമാർ ആയിരുന്നില്ല. ഇതിന്റെ പേരാണ് ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ശബരിമല എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്ന അവിടെ ഇത്രയും പച്ചയായ ഒരു മോഷണം നടന്നിട്ടും അതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ റോൾ എന്താണ്? ധാർമ്മികമായ ഉത്തരവാദിത്വം. അദ്ദേഹം രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്ന് നമ്മൾ പറയുന്നത്. ഹിന്ദു ഭക്തൻ ശബരിമലയിൽ കൊണ്ടുപോയിട്ടിടുന്ന, അത് വിജയ് മല്യ ആയിരിക്കാം, നിങ്ങളാവാം, ഞാനാവാം, 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ശബരിമലയിൽ എത്തുന്ന ഒരു ഭക്തൻ, ഇപ്പൊ രാഷ്ട്രപതിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും അവിടെ എത്തി. രാഷ്ട്രപതിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ശബരിമലയിലെ വിശ്വാസ നിയമങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചും അനുസരിച്ചും രാഷ്ട്രപതി അവിടെ ദർശനം നടത്തിയപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി ഒന്ന് തൊഴാൻ തയ്യാറായിട്ടുണ്ടോ? കൈകൾ ഒന്നിങ്ങനെ കൂപ്പിപ്പിടിക്കുന്നത് പോലും ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്ന ഒരാൾ ദേവസ്വം വകുപ്പ് മന്ത്രിയാകുമ്പോൾ അമ്പലങ്ങളുടെ മുതൽ എങ്ങനെ സംരക്ഷിക്കപ്പെടും? ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി വിശ്വാസിയല്ല എങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡിലെ സ്റ്റാഫുമാരും പുതിയ തന്ത്രിമാരും കോച്ചിമാരും എല്ലാം CATU പ്രവർത്തിക്കുമ്പോൾ അവരെങ്ങനെ വിശ്വാസികളാകും? ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന 60% ആളുകളും ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഗുരുവായൂരിലെത്തിയപ്പോൾ ചോദിച്ച ചോദ്യം ആ വട്ടത്തിൽ കാണുന്നവന്റെ പേരാണോ ഗുരുവായൂരപ്പൻ എന്നാണ്. അപ്പൊ ഇത്ര ആളുകളുടെ കയ്യിൽ എങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ, ശബരിമല അയ്യപ്പന്റെ സ്വർണം ചെമ്പായി? അതുകൊണ്ട് ഉത്തരവാദിത്വം മുരാരി ബാബുവിന്റെ ഒന്നുമല്ല.
നമ്മൾ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, നിങ്ങളുടെ രക്തത്തിന്റെ ദൂഷ്യം കൊണ്ട് ശരീരത്തിന്റെ പുറത്ത് ചൊറിച്ചൽ ഉണ്ടായ രണ്ടു തരം ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് ചൊറിച്ചലിൽ ഓയിൽമെന്റ് പുരട്ടുക എന്നുള്ളതാണ്, ചൊറിച്ചൽ വീണ്ടും വരും. രണ്ടാമത്തേത് കാരണത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്, രക്തത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ വേണ്ടത് രക്തത്തിന്റെ ചികിത്സയാണ്. ദേവസ്വം ബോർഡ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. 8% വരുന്ന ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അഴിമതി. 92% ക്ഷേത്രങ്ങളും കേരളത്തിൽ നടത്തുന്നത് ഭക്തരായ ഹിന്ദുക്കളാണ്. പുലയനും പറയനും അവിടെയാണല്ലോ ശ്രീ റെജി ലൂക്കോസ് ആദ്യമേ ചോദിച്ചു. അതായത് ഞാൻ ചോദിച്ചതിന് അദ്ദേഹം മറുപടി ഇതെങ്ങനെയാണ് ഈ ഭക്തരെയും അല്ലാത്തവരെയും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിപ്പോൾ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ അല്ല ശ്രീ രാജേഷ്, ഇവിടെ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ 8% വരുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമാകണമെന്നില്ല ഇത്തരത്തിൽ അഴിമതി നടക്കുന്നത് അല്ലെങ്കിൽ മോഷണം നടക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലും ഉണ്ടാകാം. ഇതിപ്പോൾ പരാതിയായോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒക്കെ പുറത്തു വരുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ലേ? പുറത്തു വരാതിരിക്കുന്നത് വരെ അത് അനുമാനങ്ങൾ മാത്രമാണ്. പുറത്തു വന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിലെ വിഷയമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. 92% ക്ഷേത്രങ്ങൾ, ഞങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് കമ്മിറ്റി? എല്ലാ വർഷവും വരവ് ചിലവ് കണക്കുകൾ ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പുതിയ പുതിയ കമ്മിറ്റികളെ തെരഞ്ഞെടുക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ഓഡിറ്റിംഗ് നടന്നിട്ട് അതിന്റെ കണക്കുകൾ ഭക്തജനങ്ങളുടെ മുന്നിൽ വെക്കാറുണ്ടോ? 2014 ശേഷം കൃത്യമായ ഓഡിറ്റിംഗ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നടന്നിട്ടുണ്ടോ? 3807 ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കൃത്യമായിട്ട് ഓഡിറ്റ് നടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പേര് അങ്ങ് പറയൂ. ശബരിമലയിലും ഗുരുവായൂരും വൈക്കവും കാട്ടാമ്പുഴ അടക്കമുള്ള ഏത് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലാണ് കൃത്യമായിട്ട് വരവ് ചിലവ് കണക്കുകൾ ഭക്തന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നതോടുകൂടി അത് എണ്ണി നോക്കുവാനുള്ള അവകാശം ഹിന്ദുവിന് നിഷേധിക്കപ്പെടുന്നു. ശബരിമലയിലും ഗുരുവായൂരിലും ഭണ്ഡാരത്തിൽ കോടികളും കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഹിന്ദുവിന് അതിന്റെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? 8% വരുന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഭരിക്കുന്ന ഇപ്പൊ ഞങ്ങളുടെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? OK വാസുമാഷുവാണ്. BJPയുടെ സഹയാത്രികരായി നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഉപകാരസ്മരണയായി നൽകിയ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എവിടെയാണ് ഹിന്ദുവിന് നീതി കിട്ടുക? അപ്പോൾ രാഷ്ട്രീയവൽക്കരണമാണ് ദേവസ്വം ബോർഡ്. 100% രാഷ്ട്രീയക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ദേവസ്വം ബോർഡിലുള്ളത്. ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന എല്ലാ ശക്തികളും കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെയുള്ള 4 മുരാരിമാരെ പിടിച്ചിട്ട് മുൻകൈ പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് റെജി ലൂക്കോസ് പറയുന്നത് പോലെ ഞങ്ങൾ മാന്യന്മാരും ഇവരെല്ലാം കള്ളന്മാരും. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇപ്പോൾ ഈ OK വാസുവിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച ശബരിമലയുമായി ബന്ധപ്പെട്ട വാസുവിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ പത്മകുമാറിനെ പോലെയുള്ളവരോ ഒക്കെ ഇത്തരം നോമിനികൾ തന്നെയാണല്ലോ. അപ്പോൾ അവരിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഇതൊരു പ്രഹസനം മാത്രമാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദുക്കൾ അരണീത സ്വഭാവമാണ്. ആനുകാലികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയത്തെ 1-2 ആഴ്ച കഴിഞ്ഞാൽ സാമാന്യ ലോകം മറന്നുപോകും. പുതിയ വിഷയങ്ങൾ പൊങ്ങി വരുമ്പോൾ നിങ്ങൾ ചാനലുകാരും ഇത് മറന്നുപോകും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടത് ഈ കക്കുവാനും മോഷ്ടിക്കുവാനും എല്ലാം അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ദേവസ്വം വകുപ്പാണ്. ആ ദേവസ്വം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതാകണം. ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് കല്ല് വെച്ച് ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കുവാൻ ഹിന്ദുവിന് അറിയാമെങ്കിൽ ആ ഭണ്ഡാരത്തിലെ പണം എണ്ണി തിട്ടപ്പെടുത്തി വരവ് ചിലവ് കണക്കുകൾ സമാജത്തിന്റെ മുന്നിൽ വെക്കുവാനും ഹിന്ദുവിന് അറിയാം. അതിലേക്കാണ് ഞങ്ങളുടെ വരാൻ പോകുന്ന പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ മുക്തമാണ്. ക്രിസ്ത്യാനികളുടെ പള്ളി ക്രിസ്ത്യാനി പോലെ മുസ്ലിമിന്റെ പള്ളി മുസ്ലിം പോലെ ഹിന്ദു ക്ഷേത്രങ്ങൾ. ഞാൻ സക്കറിയ ജോർജ്